അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രണ്ടാം തവണയാണ് ഹിമന്ത അസമിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. 11 മണിക്ക് ഗുവാഹത്തിയിലെ ഖനപാറ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. അസമിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തമാണ്. ഹിമന്ത രണ്ടാം പ്രാവശ്യം അസമിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മൂന്നാം തവണയാണ് BJP സംസ്ഥാനത്തെ അധികാരമേൽക്കുന്നത്. എത്ര മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്? ഏതൊക്കെ പ്രമുഖരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുക? സുരേഷ്, രാവിലെ 11 മണിക്ക് ഗുവാഹട്ടിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടിക്കൊണ്ടാണ് NDA അധികാരത്തിലേക്ക് വരുന്നത്. അതിൽ BJP മാത്രം 82 സീറ്റുകൾ നേടി. ബോഡോ പീപ്പിൾസ് ഫ്രണ്ട് എന്ന BJPയുടെ സഖ്യകക്ഷിക്ക് 10 സീറ്റുകളും അതേപോലെ തന്നെ അസം ഗണപരിഷത്തിന് 10 സീറ്റുകളും, അങ്ങനെയാണ് 102 സീറ്റുകൾ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവ് പരിശോധിച്ചാൽ, ഏതാണ്ട് 2016 മുതൽ പരിശോധിച്ചാൽ BJPക്ക് ഇത്രയധികം ഉജ്ജ്വല വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഹിമന്ത ബിശ്വ ശർമ്മ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അസമിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്ന വിവിധ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കി എന്നതിലുപരി അസമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്രവാദം വളരെ പ്രതികൂലമായി നേരിട്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അസം എന്നുണ്ടായിരുന്നത്. ബഹുഭാര്യത്വം വലിയ ഒരു വിഷയമായി അവിടെ അസമിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവർ അസമിലെത്തി ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയും മതം മാറ്റം വലിയൊരു വിഷയമായി നിന്നൊരു സംസ്ഥാനമായിരുന്നു അസം എന്നുള്ളത്. എന്നാൽ അതിനെല്ലാം അറുതി വരുത്തുവാൻ വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയെ ഏറ്റെടുത്തു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. യുവാക്കൾക്കിടയിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മാമ എന്നുള്ള ഒരു പേരുകൂടിയുണ്ട്. അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മ യുവാക്കൾക്കിടയിൽ തൊഴിലവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കുവാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല, എപ്പോഴും അസമിൻ്റെ ദുഃഖമെന്നറിയുന്ന ബ്രഹ്മപുത്ര വലിയ ഒരു അസമിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു തീരാ ദുഃഖമായി നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്ക പ്രതിരോധ നടപടികൾ ഊർജിതമായി നടപ്പാക്കുവാൻ വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ സാധിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ ഈ വെള്ളപ്പൊക്ക ഭീഷണി വലിയ കാര്യമായി നേരിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു പരിധിവരെ അറുതി വരുത്തുവാൻ വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉജ്ജ്വല വിജയം, ഒരു മിന്നും വിജയം BJPക്ക് NDA സഖ്യത്തിന് നൽകുവാൻ അസം ജനതയ്ക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. ഇതിനു പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതേപോലെ തന്നെ BJP ഭരിക്കുന്ന ഏതാണ്ട് 16ഓളം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, മറ്റ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. 11 മണിക്കാണ് ഈ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സുരേഷ്, 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ.